ത്രീ സ്റ്റാർസിലെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ബിലേറ്റഡ് ഹാപ്പി ഓണം. ഇത് ഞങ്ങൾ ശരിക്കും ഓണത്തിൻ്റെ അന്ന് ഷൂട്ട് ചെയ്ത വീഡിയോ, പക്ഷേ ഇപ്പോഴാണ് ഇടാൻ സാധിച്ചത്. ഇത് ഞങ്ങൾ തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ നമ്മുടെ ത്രീ സ്റ്റാർസിന് 3 പേർക്ക് 3 കവർ കൊടുത്ത് അത്തപ്പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട് പൂക്കൾ പറിക്കാൻ പോകുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ കുറച്ച് വൈറ്റ് പൂക്കളും കുറച്ച് വയലറ്റ് പൂക്കളും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ത്രീ സ്റ്റാർസ് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ പൂക്കൾ പറിച്ചു. ആശുക്കുട്ടിയും വളരെയധികം ഹാപ്പി ആയിരുന്നു. അവളും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു, മടിയൊന്നും കാണിച്ചില്ല. അവളും അവളെ കൊണ്ട് ആവുന്ന രീതിയിൽ അവളുടെ കുഞ്ഞ് കൈ കൊണ്ട് പറിച്ച് അവളെ കവറിലിട്ടു. ശരിക്കും ഇതൊക്കെ വലുതാകുമ്പോൾ അവർക്ക് നല്ലൊരു മെമ്മറി ആയിരിക്കും. അങ്ങനെ നമ്മൾ അത്തപ്പൂക്കൾ ഇടുന്നതിലാണേലും പറിക്കുന്നതിലാണേലും എല്ലാ കാര്യത്തിലും നമ്മൾ ഇവരെ ഉൾപ്പെടുത്തി. ശരിക്കും ഞാനൊക്കെ എൻ്റെ കുഞ്ഞുനാളിൽ ഞങ്ങൾ പറമ്പിലൊക്കെ പോയി പറമ്പിലൊക്കെ കിട്ടുന്ന കാട്ടുപൂക്കളൊക്കെ വെച്ച് ഞങ്ങൾ അത്തപ്പൂക്കളൊക്കെ ഇടുമായിരുന്നു. അതൊക്കെ ശരിക്കും ഇപ്പോഴും നമുക്ക് എന്താ പറയുക, നല്ലൊരു മെമ്മറിയാണ്. അപ്പോൾ അവർക്കും ഇതൊരു വലുതാകുമ്പോഴത്തേന് ഒരു മെമ്മറബിൾ മൂമെൻ്റ് ആകട്ടെ. അങ്ങനെ നമ്മൾ അവരെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ വീടിൻ്റെ മുറ്റത്തുണ്ടായിരുന്ന കുഞ്ഞു പൂക്കളൊക്കെ പറിച്ചു. പക്ഷേ ആ പൂക്കൾ ഇനഫ് അല്ലായിരുന്നു നമുക്ക് അത്തപ്പൂക്കളം ഇടാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിങ്ങനെ ചിന്തിച്ചപ്പോഴത്തേന് നമ്മുടെ വീടിൻ്റെ കോണിലായിട്ട് വെള്ള വൈറ്റ് പൂക്കളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു അത് പറിച്ചിട്ട് കുഞ്ഞിതായിട്ട് മുറിച്ച് നമുക്ക് അത്തപ്പൂക്കളം ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ന്യൂസിലാൻഡിൽ ശരിക്കും പൂക്കൾ കിട്ടാൻ വേണ്ടി വലിയ പഞ്ഞൊന്നുമില്ല. കുറച്ച് ദൂരേക്കൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ പൂക്കൾ വഴി സൈഡിൽ നിന്ന് തന്നെ കിട്ടും. പക്ഷെ നമുക്ക് സമയപരിമിതിയും ജോലിക്കൊക്കെ പോയ കാരണം നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഉള്ളത് കൊണ്ട് ഓണം പോലെ നമുക്ക് കിട്ടുന്ന പൂക്കളെല്ലാം വെച്ച് ഒരു കുഞ്ഞു പൂക്കളം ഇടാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഞങ്ങൾ വലിയ പൂക്കൾ ഞാൻ പറഞ്ഞ വീടിൻ്റെ കോണിലുള്ള വലിയ പൂക്കൾ പറിക്കാൻ ഇച്ചിരി പാടാണ്. അത് നമ്മൾ സിസറും കൊണ്ട് കട്ട് ചെയ്ത് എടുക്കുമായിരുന്നു. അപ്പോൾ അവരുടെ പപ്പ ഹെൽപ്പ് ചെയ്തു. അത് സിസറും കൊണ്ട് കട്ട് ചെയ്ത് അവരുടെ ഓരോ കവറിലേക്കായിട്ട് ഇട്ട് കൊടുത്തു. ആശുക്കുട്ടിയും അവളുടെ കവറിലേക്ക് ഇട്ട് കൊടുക്കണമെന്നും പറഞ്ഞ് പുറകെ ചെല്ലുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് 3 പേർക്കും സാറ്റിസ്ഫൈ ആവുന്ന രീതിയിൽ പൂക്കൾ പറിച്ച് നമ്മൾ ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ വിചാരിച്ചു ഈ പൂക്കൾ അത്രയും തികയത്തില്ല, വൈറ്റും വയലറ്റും കൊണ്ട് മാത്രം നമുക്ക് ഡിസൈൻ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ചിന്തിച്ചത് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ സൈഡിലായിട്ട്, മുറ്റത്തല്ല റോഡ് സൈഡിലായിട്ട് ഞങ്ങൾ കുറച്ച് പൂക്കൾ കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച് അങ്ങോട്ട് പോയി നമുക്ക് കുറച്ചുകൂടെ പൂക്കൾ കളക്ട് ചെയ്യാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ മഞ്ഞ പൂക്കൾ പറിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റോഡ് സൈഡിലേക്ക് പോയി. അത് ശരിക്കും കുഞ്ഞു പൂക്കളാണ്, ഇച്ചിരി പാടാണ് പറിക്കാനായിട്ട്. കുഞ്ഞു പൂക്കളാണ്, ഇച്ചിരി ടൈം എടുക്കും പറിക്കാനായിട്ട്. എന്നാലും സാരമില്ല, നമുക്ക് അത്തപ്പൂക്കൾ എന്തായാലും നന്നായിട്ട് ഇടണം എന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോയി. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുഞ്ഞു പൂക്കൾ കുറച്ച് സമയം എടുത്താണേലും നമ്മൾ പറിച്ചെടുത്തു. അറ്റ്ലീസ്റ്റ് നമുക്ക് അത്തപ്പൂക്കളത്തിൽ ബോർഡറൊക്കെ കൊടുക്കാം എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പറ്റുന്ന രീതിയിൽ കുഞ്ഞു പൂക്കളൊക്കെ പറിച്ചു. അങ്ങനെ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഞങ്ങൾ കുറച്ച് റെഡ് പൂക്കളും കണ്ടായിരുന്നു. അത് ശരിക്കും എന്താ പറയുക, ഒരു വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലായിരുന്നു. അപ്പോൾ നമുക്ക് അവരോട് ചോദിച്ചാൽ നമുക്ക് പറിച്ചെടുക്കാം, പ്രശ്നമല്ല. പക്ഷെ അവരൊന്നില്ലെങ്കിൽ കിടന്ന് ഉറങ്ങുമായിരിക്കും ഈ ടൈം, അല്ലെങ്കിൽ ജോലിക്ക് പോയിരിക്കാം. അതുകൊണ്ട് നമ്മൾ അവർ ഡിസ്റ്റർബ് ചെയ്തില്ല. നമ്മൾ ആ റോഡിലേക്ക് തന്നെ കിടന്ന നല്ല പൂക്കൾ നോക്കി പെറുക്കിയെടുത്തു. അപ്പം എല്ലാവരും 3 പേര് നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു, വലിയ മടിയൊന്നും കാണിച്ചില്ല, അവരും ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ പൂക്കളും പറിച്ചെടുത്തു. ഈ മരമൊക്കെ നിറച്ചും പൂക്കളാണ്. അതിൻ്റെ സൈഡിൽ വേറെ പിങ്ക് കളറും ഉണ്ടായിരുന്നു. പക്ഷെ അത് പറിക്കാൻ അത് റോഡിലേക്ക് വീണിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അത് പിറക്കിയില്ല. പക്ഷേ ഈ റെഡ് പൂക്കൾ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ കുറേ പിറക്കിയെടുത്തു. ഇതാണ് ആ മരം, ആ റെഡ് പൂക്കളുടെ നിറച്ചും പൂക്കളാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. താഴെയൊക്കെ നല്ല ശരിക്കും ഫുള്ള് താഴെ കുറേ വീണ് കിടപ്പുണ്ട് ഇതളുകൾ, നല്ല ഇതളുകൾ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതെല്ലാം അവിടുന്ന് പറ്റുന്ന രീതിയിൽ കുറേയൊക്കെ പിറക്കി. അവസാനത്തിന് ആശുക്കുട്ടിയും അവളും മടുത്ത്. അങ്ങനെ പിന്നെ നമ്മൾ വിചാരിച്ചു ഓക്കെ, കിട്ടിയത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ പിറക്കി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പൂക്കളെ ഇടാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ വീട്ടിലേക്ക് എല്ലാവരും കൂടെ പോയി. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് നമ്മൾ ആദ്യം ഒരു ഔട്ടർ ലൈൻ വരച്ചു മാർക്കറും കൊണ്ട്. അങ്ങനെ ഹസ്ബൻഡ് ഒരു പ്ലാൻ വരച്ചായിരുന്നു എങ്ങനെ ഇടാമെന്നുള്ള രീതിയിൽ.
അങ്ങനെ നമ്മളെ കൊണ്ട് നമുക്ക് കിട്ടിയ ഫ്ലവർ കൊണ്ട് നമുക്ക് മനോഹരമായ ഒരു അത്തപ്പൂക്കളം ഇടാമെന്ന് വിചാരിച്ച് നമ്മൾ പൂക്കളം ഇടാൻ തുടങ്ങി. അപ്പോഴത്തേന് നമ്മുടെ ഡാഡുക്കുട്ടന് അവന് വയ്യാണ്ടായി, അവന് വയറുവേദന എടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ പറഞ്ഞു അവനോട് പോയി റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ മൂത്തവൻ നന്നായിട്ട് മൂത്തവന് ഡിയോണ് ഭയങ്കര ഇൻട്രസ്റ്റഡ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അങ്ങനെ അവൻ പപ്പനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. ഞാനും സൈഡിൽ കൂടെ കുറേ ഫ്ലവറൊക്കെ മുറിച്ച് കൊടുത്തു. അങ്ങനെ നമ്മൾ ഫൈനലി നല്ലൊരു അത്തപ്പൂക്കളം ഇട്ട്. ഇതാണ് ഞങ്ങളുടെ ഓണത്തിൻ്റെ അത്തപ്പൂക്കളം ഉള്ളതുകൊണ്ട് ഞങ്ങൾ നന്നായിട്ട് ഇട്ടെന്നാണ് വിചാരിക്കുന്നത്. സ്ഥലപരിമിതി കൊണ്ട് നമ്മൾ ബാൽക്കണിയിലാണ് ഇട്ടത്. അപ്പം അപ്പുറത്ത് നടക്കാനുള്ള സ്പേസ് കൊടുത്ത് അങ്ങനെ ഒരു കോണിലായിട്ടാണ് നമ്മൾ അത്തപ്പൂക്കളം ഇട്ടത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമുക്ക് അത്തപ്പൂക്കളൊക്കെ ഇട്ടതിന് ശേഷം പിള്ളേരെ ഞങ്ങൾക്ക് ശരിക്കും വേറെ 2 ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു ഓണം സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ അവരെ എല്ലാം നിർത്തി നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ആദ്യം നമ്മൾ ഫുഡ് ഹാളിൽ സെറ്റ് ചെയ്തു. താഴെ ഒന്നും വിട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം നേരത്തെ തന്നെ ഹാളിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. സെറ്റ് ചെയ്തതിന് വെച്ചും നമ്മൾ വിചാരിച്ചു ഫുഡ് വിളമ്പി കഴിഞ്ഞിട്ട് പിള്ളേരെ എല്ലാം വിളിച്ചിരുത്താം, പിന്നെ എല്ലാവർക്കും അന്നേരം ഇരുന്ന് ഭക്ഷണം കഴിക്കാം എന്നുള്ള രീതിയിൽ എല്ലാവരും കൂടെ നമ്മൾ ആദ്യം വിളമ്പാൻ വേണ്ടി തുടങ്ങി. നമ്മളെല്ലാം ഫുഡ് വിളമ്പി വെക്കുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ വിളമ്പിയതിന് ശേഷം ഒരു ആർപ്പുമൊക്കെ വിളിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഓണക്കളിയൊക്കെ സെറ്റ് ചെയ്തായിരുന്നു. അത് നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം എല്ലാവർക്കും ഒന്നുകൂടി ഹാപ്പി ഓണം. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.